രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലൂടെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാൻ ഉറപ്പിച്ചിറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് 3 ചെറുപ്പക്കാർ. ഫെബ്രുവരി 9-ന് ആരംഭിച്ച യാത്ര ഇന്നലെ പത്തനംതിട്ട ജില്ല കടന്ന് കൊല്ലം ജില്ലയിലേക്ക് എത്തി. 15,000 കിലോമീറ്ററാണ് ഓട്ടോറിക്ഷയിൽ ഇവർ യാത്ര ചെയ്യുന്നത്. മലപ്പുറം സ്വദേശികളായ സൽമാൻ, ജവാദ്, ഇബ്രാഹിം എന്നിവരാണ് വ്യത്യസ്തമായ ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തുന്നത്. ഓട്ടോറിക്ഷ 3 പേർ, ലക്ഷ്യം ഇന്ത്യയിലെ 15,000 കിലോമീറ്റർ. 3 പേരും തമ്മിൽ കേവലം 2 ആഴ്ചത്തെ പരിചയം മാത്രമാണുള്ളത്. ഈ ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി ഒത്തുചേർന്ന സൗഹൃദം. സൽമാൻ, ജവാദ്, ഇബ്രാഹിം. സോഷ്യൽ മീഡിയയിലൂടെ സൽമാനാണ് ഓൾ ഇന്ത്യ ട്രിപ്പിന് കൂട്ടിന് ആളെ തേടിയത്. മറുപടിയായി വന്ന ആയിരക്കണക്കിന് മെസ്സേജുകൾക്കും ഫോൺ കോളുകൾക്കും ഒടുവിൽ ജവാദിനും ഇബ്രാഹിമിനും നറുക്കുവീണു. നീണ്ട 8 മാസത്തെ മുന്നൊരുക്കങ്ങൾക്കൊടുവിലാണ് ഫെബ്രുവരി 9-ന് യാത്ര ആരംഭിച്ചത്. ഓട്ടോറിക്ഷയ്ക്ക് മാത്രം 1 ലക്ഷത്തിൽ കൂടുതൽ ചിലവ് വന്നു. നാട്ടുകാരുടെയും സ്പോൺസർമാരുടെയും സഹായമാണ് ഈ യാത്ര യാഥാർത്ഥ്യമാക്കിയതെന്ന് ഇവർ പറയുന്നു. തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആഗ്രഹമായിരുന്നു ഓൾ ഇന്ത്യൻ്റെ പുറത്തോട്ട് നേപ്പാൾ ഭൂട്ടാനൊക്കെ ഒരു യാത്ര ചെയ്യണം എന്നുള്ളത്. ആദ്യം മുതൽ നമ്മൾ യാത്ര ചെയ്യുന്ന ആളാണ്. പക്ഷേ അത് നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത് പിന്നെ ഈ ലെവലിൽ പോകുമ്പോൾ നമ്മളെ ഓട്ടോറിക്ഷയും കൊണ്ടുപോയി, നമ്മുടെ ഓട്ടോറിക്ഷ 2009 മോഡൽ വണ്ടിയാണ്. ആ ഓട്ടോറിക്ഷയും കൊണ്ട് തന്നെ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ എല്ലാവരും ജസ്റ്റ് കേരള ടു കാശ്മീർ പോകും. നമ്മളങ്ങനെയല്ല, 28 സ്റ്റേറ്റും കവർ ചെയ്യുന്നുണ്ട്. ഇവരെ നമ്മൾ പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ യാത്രനോട് അത്രയും കിക്കുള്ള ആളുകൾക്ക് നടക്കുള്ളൂ, യാത്രാ ലഹരിയുള്ള ആളുകൾക്ക് നമുക്ക് നടപടിയാവുള്ളൂ. നമ്മൾ സോഷ്യൽ മീഡിയ സൽമാൻ ഗേൾഡ് എന്നുള്ള സോഷ്യൽ മീഡിയ പേജ് വഴി നമ്മളൊരു പോസ്റ്റ് ഇട്ടു. യാത്രനോട് താല്പര്യമുള്ള ആളുകൾ മെസ്സേജ് അയച്ചോളി, പിന്നെ നമുക്കെല്ലാം കൊണ്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാമെന്നുള്ള. അപ്പോൾ അങ്ങനെ 500,000-ഓളം കോളുകൾ വന്നു. അതിൽ നിന്ന് നമുക്ക് ആപ്റ്റായിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്താണ് ഇവർ. സാധാരണക്കാരന്റെ വണ്ടിയുമായി തന്നെ രാജ്യം ചുറ്റണമെന്നായിരുന്നു മൂവരുടെയും ആഗ്രഹം. സോളാർ സംവിധാനം ഉൾപ്പെടെ ഓട്ടോയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പാചകത്തിനും ചാർജ് ചെയ്യാനും CCTVക്കും ഉൾപ്പെടെ സോളാർ ഉപയോഗിക്കുന്നു. രാത്രി സമയം എത്തുന്ന ഇടങ്ങളിൽ ടെന്റ് അടിച്ച് കഴിയും. 150 മുതൽ 200 കിലോമീറ്റർ വരെയാണ് ഒരു ദിവസം യാത്ര ചെയ്യുക. ഞാൻ പ്രവാസി ഇപ്പോൾ വന്നിട്ട് ഒരു 4 മാസം കഴിഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് ഇതുപോലെ പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ ഞാൻ അപ്പോൾ തന്നെ മെസ്സേജ് അയച്ച് എനിക്ക് അതുപോലെ തന്നെ അപ്പോൾ തന്നെ റിപ്ലൈ കിട്ടി. അങ്ങനെ വന്ന് കാണാൻ പറഞ്ഞ് പോയി കണ്ട് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ വന്ന് കുഴപ്പമില്ല, ഇപ്പം ഉമ്മാനായിട്ടൊക്കെ സംസാരിച്ച് പ്രശ്നമില്ല എന്നുള്ള നിലക്കാണ്. എല്ലാവർക്കും താല്പര്യമാണ്. വീട്ടിൽ ഉമ്മാനും ഇപ്പാനും എളാപ്പോരും എല്ലാവരും വന്ന് സംസാരിച്ച് ശ്രദ്ധിക്കണം എന്നുള്ള വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എനിക്ക് യാത്ര ചെയ്യാന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള വാഹനം. നമുക്ക് ഡ്രൈവിംഗ് വേറെ ലൈസൻസ് എല്ലാ സംഭവം ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ കൂടി യാത്രയോട് ഒരു സ്നേഹം തോന്നുന്ന ഒരാളായതുകൊണ്ട് മൂപ്പര് ഇതുപോലെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട സമയത്ത് മൂപ്പര് പിന്നാലെ കൂടി. നമ്മൾ യാത്രയോട് കൂടുതൽ താല്പര്യമുള്ള ആളാണ്. മുന്നേ ഗോവ അതുപോലെ ലഡാക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഇങ്ങനെ ഞാൻ പ്രവാസിയാണ്, നാട്ടിൽ വന്ന് കുറച്ച് 8 മാസമായി ക്യാൻസലാക്കിയിട്ടാണ് വന്നത്. അപ്പോൾ ഇതേപോലൊരു ചാൻസ് കണ്ടപ്പോൾ നമ്മൾ തോന്നി പോകാമെന്നുള്ളൊരു യാത്രയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളായതുകൊണ്ട് പോകാമെന്നുള്ളൊരു താല്പര്യത്തിൻ്റെ കൂടെ അവരെ പിന്നാലെ കൂടിയതാണ്. യാത്രാഭ്രമമാണ് 3 പേരെയും ഒരുമിപ്പിച്ചത്. മനുഷ്യരെ അറിയാനും അവരുടെ ജീവിതം കാണാനും കൂടിയുള്ളതാണ് ഇവരുടെ യാത്ര. രാജ്യത്തെ വൈവിധ്യങ്ങൾ മനസ്സിലാക്കണമെന്നും ജാതിമതഭേദങ്ങൾക്ക് അതീതമായ സന്ദേശം കൂടി നൽകണമെന്നും ഇവർ പറയുന്നു. ന്യൂസ് മലയാളം, പത്തനംതിട്ട.